CPIക്ക് വേറെ ആരാ നിർത്താനുള്ളത്? വേറെ ഇല്ലല്ലോ. യങ്സ്റ്റേഴ്സ് കൊള്ളാവുന്ന ആരുമില്ല. പിന്നെ ഈ പഴയ വോയിസസിനെ തന്നെ നിർത്താൻ പറ്റില്ല. അതിൽ പന്നി ഇവര് രണ്ടുപേര് ഹൈടെക് ആയതുകൊണ്ട് പന്നിയും ജനകീയ എന്നുള്ള മുഖം അതാണ് പോസ്റ്ററിലൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ക്യാപ്ഷനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ജനകീയനായ പന്നിനെ ഈ പറയുന്ന ഹൈടെക്കുകാർക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ള ഒരു തന്ത്രമായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഉള്ള ആളുകളല്ലേ നിർത്താൻ പറ്റുക. അല്ലെങ്കിൽ വേറെ ചില സ്ഥലത്ത് മുമ്പ് ഇവിടെ തന്നെ ചെയ്ത പോലെ ആരും വിലക്കെടുത്ത് കൊണ്ടുവരില്ല. വിലക്കെടുത്ത് കൊണ്ടുവന്നാൽ വലിയ പ്രശ്നമായി മാറും. മൊത്തം മറ്റു മണ്ഡലങ്ങളെ ബാധിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്. ഇവിടെ മുമ്പ് അവരത് ചെയ്തിട്ടുണ്ട്. ഉള്ള ആളുകളല്ലേ നിർത്താൻ പറ്റുള്ളൂ. ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ. കാരണം കഴിഞ്ഞ തവണ തന്നെ 1,00,000 വോട്ട് പുറത്ത് പിടിച്ചിട്ടുണ്ട് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. ആ വോട്ടാണ് സത്യം കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കുന്നത്. അപ്പൊ ശോഭ അതിന് ഈഴവ വോട്ടുകൾ കൂടുതൽ ബോത്ത് കോൺഗ്രസ് ആൻഡ് CPM ഈഴവ വോട്ടുകൾ കൺസോൾട്ട് സ്ത്രീകളെ സ്വാധീനിക്കാൻ പറ്റുന്നുള്ള ഫീലൊക്കെയാണ് അവർക്ക്. അവരെനിക്കൊന്ന് രഹസ്യമായി അവിടെ വിജയ പ്രതീക്ഷയും വെച്ചു പുലർത്തുന്ന മണ്ഡലമാണത്. അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ ശോഭ മത്സരിച്ച എല്ലാ സമയത്തും ഒരു വോട്ട് കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ അവര് പിന്നെ വലിയ രീതിയിൽ വോട്ട് കൂട്ടി. അവർ പിടിച്ച വോട്ടാണ് സത്യത്തിൽ അവിടെ LDFനെ ആറ്റിങ്ങനെ തോൽപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിശക്തമായ മത്സരമായിരിക്കും. അവിടെ ആരിഫിന് ഒരു മേൽക്കൈ ഉണ്ട്. കാരണം ആരിഫ് വളരെ ജനകീയനാണ് ഈ പറയുന്ന പോലെ ഫുൾ ടൈം അവിടെ. പിന്നെ ആരിഫ് ഇംഗ്ലീഷ് അറിയാം. നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം ലോക്സഭയിൽ കാഴ്ചവെച്ചിരുന്നത്. പിന്നെ സൗമ്യനാണ്. അങ്ങനെ ഒരു ഉടായ്പല്ല ആരിഫ്. അപ്പൊ ആരിഫിനെ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമാണ്. പിന്നെ സുന്ദരൻ കൂടിയാണ്. അതൊക്കെ ഒരു ഫാക്ടർ ആണല്ലോ. ആദ്യം മത്സരിച്ചപ്പോൾ ഈ ഫാക്ടർ അദ്ദേഹത്തെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരിഫ് ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അത്ര എളുപ്പമല്ല അദ്ദേഹത്തെ അവിടെ തോൽപ്പിക്കാൻ. പക്ഷെ BJP ശക്തമായ ഫൈറ്റ് അവിടെ കാഴ്ചവെക്കും. ഒരുപാട് ദൂരം BJP മുന്നോട്ട് വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രാജ്യസഭാ സീറ്റ് ഒന്നും BJPക്ക് പോകുമെന്ന് പറയാം. അപ്പം BJP വിരുദ്ധമായ വോട്ടുകളാണല്ലോ KCക്ക് കിട്ടേണ്ടത്. അപ്പൊ BJP വിരുദ്ധമായ വോട്ട് കിട്ടുമ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ BJPക്ക് ഇപ്പം തന്നെ 4 സീറ്റുകളുടെ കുറവേ ഉള്ളൂ അവിടെ ഭൂരിപക്ഷത്തിന് NDAക്ക് രാജ്യസഭയിലും കൂടി ഭൂരിപക്ഷം കിട്ടിയ ഇഷ്ടം പോലെ എന്ത് തരത്തിലുള്ള ഭേദഗതികൾ ഭരണഘടനയെ കൊണ്ടുവരാൻ പറ്റും. അപ്പം അത് ഈ പ്രചാരണം വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാല് മത്സരം ആരിഫും പിന്നെ ഇവരുമായിട്ട് മാറും. BJP കാൻഡിഡേറ്റും തമ്മിലായി മാറാനാണ് സാധ്യത. അത് വേണുഗോപാൽ അല്ലായിരുന്നെങ്കിൽ മത്സരം ആരിഫും പിന്നെ ഈ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും തമ്മിലാകുകയാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു പ്രചാരണം വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ആരിഫിന് മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഇടയിലും ശക്തമായ BJP വിരുദ്ധ നിലപാടെടുക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ചില സെക്ഷൻസിന്റെ ഇടയിലും ആരിഫിന് നല്ല മേൽക്കൈ കിട്ടും. പിന്നെ സെക്കുലർ ആയിട്ടുള്ള ഹിന്ദുസിന്റെ ഇടയിലും ആരിഫിന് നല്ല മേൽക്കൈ കിട്ടും. അപ്പൊ ഫലത്തില് കോൺഗ്രസിന്റെ ഒരു പ്രോസ്പെക്ടസ് നശിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ലോജിക്കലാണ് കേട്ടോ. അപ്പൊ നാട്ടുകാർ ഇപ്പം വൈകാരികമായിട്ട് വേറെ എന്തെങ്കിലും ഇയാളവിടെ MLA MP ഒക്കെ ആയിരുന്നല്ലോ, എന്തെങ്കിലും സഹായമൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർക്ക് ഫീൽ ഉണ്ടെങ്കിൽ നാട്ടുകാർ വോട്ട് മാറ്റി ചെയ്യുമെന്ന് എനിക്കറിയില്ല. ലോജിക്കലി നോക്കുമ്പോൾ കോൺഗ്രസിന് അത്ര ഗുണകരമായി മാറാനുള്ള തീരുമാനമല്ല. അല്ല, ആറ്റിങ്ങൽ BJPക്കാണ് സാധ്യത കൂടുതൽ. കാരണം BJP അവിടുത്തെ വർക്കലയിലെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ MLA ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ടുള്ള ആളാണ്, വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ തവണ LDFന് പോയ വോട്ട് കൊണ്ടാണ് അടൂർ പ്രകാശ് ജയിച്ചത്. പിന്നെ വേറൊരു കാര്യം, അടൂർ പ്രകാശ് പോയ കള്ളവോട്ട് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം മാത്രമല്ല, ശോഭ ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ്. മുരളീധരൻ ആ രീതിയിൽ ശോഭയെ പോലെ ഇടിച്ചു കയറാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായി ആണോ എന്ന് എനിക്കറിയില്ല. നിയമസഭയിലൊക്കെ ഒരു പക്ഷേ, ലോക്സഭയിൽ അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ആറ്റിങ്ങൽ ഇപ്പോഴും മേൽക്കൈ ഉള്ളത് പിന്നെ LDFനാണ്. പിന്നെ അടൂർ പ്രകാശ് അങ്ങനെ മത്സരം സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഫീൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഹീസ് എ വെരി ഗുഡ് ഇലക്ഷൻ മാനേജർ, ബട്ട് I'm not very sure about that, whether he's very serious about the election or not right now.